വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് തീർന്നിട്ട് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു ഉണ്ടാക്കി തരാം. അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അതിനുണ്ട്, അപ്പോൾ അത് പോയി പറിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഞങ്ങളത് പറിച്ചിട്ട് അങ്ങനെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അമ്മ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പറിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ആദ്യം പോയതെന്ന് വെച്ചാൽ ചെമ്പരത്തി പറിക്കാനാട്ടോ. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് അമ്പലത്തേക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് വെളിച്ചനോട് ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ കിട്ടി. പിന്നെയുള്ള സാധനങ്ങൾ പറിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് വന്നു. അവിടെ എന്ന് വെച്ചാൽ ആരും താമസിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് തുളസി ഉണ്ടായിരുന്നു, കഞ്ഞുണ്ണി ഉണ്ടായിരുന്നു. അങ്ങനെ ആരും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സാധനം കണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്ത്താൻ തുപ്പൽ എന്നാട്ടോ പറയാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതാ കഞ്ഞുണ്ണി കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ കഞ്ഞുണ്ണി. അങ്ങനെ ഞങ്ങൾ ഓരോന്നിനെ പറിക്കുമ്പോൾ പപ്പി പറഞ്ഞു കേട്ടോ, ഇവിടെ നമ്മുടെ കരി ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കരി ആരെന്ന് വെച്ചാൽ ഇതാട്ടോ നമ്മുടെ കരി. കരിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യുമായിരുന്നേ. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരുമ്പിക്കുഴി കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പിക്കുഴി എന്നാട്ടോ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനും അതിങ്ങനെ പറിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങളാട്ടോ കിട്ടിയത്. ഇനി വേണ്ടത് ആര്യവേപ്പിലാട്ടോ. അത് അനുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. അത് വളരെ മുകളിലായിട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിങ്ങ് പറിക്കട്ടെ. പിന്നെ വേണ്ടത് വെച്ചാൽ കറ്റാർവാഴ കേട്ടോ. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം സാധനങ്ങളാട്ടോ എടുത്തിട്ടുണ്ടായത്. നമ്മൾ ചെമ്പരത്തി, കഞ്ഞുണ്ണി, ആര്യവേപ്പ്, തുളസി, പിന്നെ കറ്റാർവാഴ കേട്ടോ. ആദ്യം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ ഇതളുകളായി ഇങ്ങനെ പിച്ച് ചെയ്തിട്ടു. പിന്നെ കറ്റാർവാഴ ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ചെയ്തത്. അങ്ങനെ അതിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇവ എല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നേരത്തെ മിക്സിയിൽ നമ്മൾ അരിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ എണ്ണ ഉണ്ടാക്കാൻ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മടി കാരണം ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു കളറായി വരുന്നവരെ ഇളക്കണം. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.